പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ചെമ്പടക്കി കാവലാൾ എന്ന് പറഞ്ഞൊരു വിപ്ലവ ഗാനം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പുറത്തിറക്കിയിരുന്നു. അത് എഴുതിയ വ്യക്തി പറഞ്ഞത് അദ്ദേഹം മഹാനാണ്, അതുകൊണ്ടാണ് ഞാനത് എഴുതിയത്, എനിക്കൊരു കുറ്റബോധവുമില്ല അല്ലെങ്കിൽ വിമർശനങ്ങളൊന്നും ഞാൻ ഭയക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന് വിരമിച്ച ശേഷം അദ്ദേഹത്തെ വീണ്ടും വേറൊരു സ്ഥലത്ത് നിയമിച്ചുവെന്നും അതിനിടപെട്ടത് കുറേ ആളുകളാണ് എന്നൊക്കെയുള്ള വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഈ വിപ്ലവ ഗാനം പുറത്തിറക്കുന്ന അതേ സമയത്ത് കണ്ണൂരിൽ ജയരാജൻ മറ്റൊരു ഗാനം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇട്ടത് ഈ പറയുന്ന പോലെ ചെങ്കൊടിക്ക് കാവലാൾ എന്ന് പറയുന്ന ഒരു വിപ്ലവ ഗാനമാണ്. അത് എനിക്ക് തോന്നുന്നു എം സ്വരാജ് പുറത്തിറക്കിയ ഒരു പാർട്ടിയൊക്കെ പുറത്തിറക്കിയ ഒരു വിപ്ലവ ഗാനമാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഒരു വലിയ ചർച്ച വരുന്നത് പിണറായി വിജയൻ്റെ ഈ വായത്തുപാട്ടിനെതിരായിക്കൊണ്ട് PJ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് തന്നെയാണ്, അല്ലെങ്കിൽ അമർഷം പ്രകടിപ്പിച്ചതാണ് എന്നുള്ളത് തന്നെയാണ് വരുന്നത്. കാരണം PJക്കെതിരെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ചെന്താരകം എന്ന് പറയുന്ന ഗ്രൂപ്പ് പറഞ്ഞതിനൊക്കെ എതിരായിക്കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പരസ്പരം അണികൾക്കിടയിൽ പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും മാഷിയുടെ ഒരു വിലയിരുത്തൽ? ഇത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമോ പാർട്ടി അണികൾക്കിടയിൽ? അല്ല, ഇത് പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം വെച്ചാൽ അങ്ങനെ പ്രശ്നത്തിലേക്ക് പോയി പാർട്ടിക്കകത്ത് വലിയ വിഷയം ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇങ്ങനെയുള്ള വിവാദങ്ങൾ, ചർച്ചകൾ അതിനകത്ത് സൃഷ്ടിക്കപ്പെടാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴും ആ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് ഗുണകരമായ കാര്യമായി കണക്കാക്കുന്നത്. കാരണം അധികാരവുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന മുഴുവൻ ആളുകളും പിണറായി സ്തുതിയിൽ മുങ്ങുമ്പോൾ അത് ശരിയല്ല എന്ന് തിരിച്ചറിയുന്നതായിട്ടുള്ള ഒരു അടിത്തട്ടുണ്ട് അതിൻ്റെ. കാരണം അവർ എല്ലാ കാലവുമായിട്ട് വിശ്വസിച്ച് പോരുന്നത് പാർട്ടിയാണ് വലുത്, നേതാവല്ല എന്നുള്ളതാണ്. അതെ, ആ വിശ്വാസത്തിന് ഊനം തട്ടിയാൽ പാർട്ടിയിലാകും. അതാണ് അതിൻ്റെ റിസൾട്ട്. അതാണ് ശരിക്കും പറഞ്ഞത്. അതായത് പിണറായിയാണ് കേമനെന്നും പിണറായിയാണ് എല്ലാത്തിനും കാരണഭൂതനെന്നും പിണറായിയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കാവലാളാണ് എന്നും ഒക്കെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്തുതിച്ച് പാടുന്ന അവസ്ഥ എന്ന് പറയുന്നത് പഴയ കാലത്തെ നമ്മുടെ ദർബാറുകളിൽ എന്നുവെച്ചാൽ രാജകീയ സഭകളിൽ, രാജസഭകളിൽ രാജാവിനെ പുകഴ്ത്തുന്നതായിട്ടുള്ള കൊട്ടാര കവികളുടെ വാചകങ്ങളാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ രാജാവിനൊരു സുഖം വരും. ആ സുഖമാണ് ഇപ്പോൾ പിണറായി വിജയന് ചെങ്കൊടിക്ക് കാവലാൾ, അങ്ങ് ചെങ്കൊടിയുടെ കാവലാളാണ് എന്ന് അണികളിങ്ങനെ കൂട്ടം കൂടി എന്ന് പാടുന്ന സമയത്തുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ സുഖം എന്ന് പറയുന്നതാണ്. അതിലൊന്നും കുഴപ്പമില്ല വ്യക്തിപരമായിട്ട്. പക്ഷേ ഒരു പ്രസ്ഥാനവുമായിട്ട് അത് കണക്ട് ചെയ്യുന്ന സമയത്താണ് അത് വലിയ സംഘർഷഭരിതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക്. അങ്ങനെയാണ് നേരത്തെ പാർത്ഥം പറഞ്ഞതുപോലെ പാർട്ടിക്കകത്തിങ്ങനെ രണ്ട് വിഭാഗമായിട്ട് അവർ തിരിയും. കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിലെ അവിടുത്തെ ഒരു ക്ലബ്ബ്, വായനശാല, ഇതേപോലെയുള്ള ഒരു വീഡിയോ P. ജയരാജനെ കുറിച്ച് ഇറങ്ങിയിരുന്നു. അതെ, കണ്ണൂരിൻ ചെന്താരകമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവരുടെ പടനായകനായിട്ട് അഴിമതിരഹിത വിപ്ലവകാരിയായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഇറങ്ങിയത്. PJ ആർമിയുടെ. അതിൻ്റെ പേരിൽ പാർട്ടിയിൽ ചർച്ച നടക്കുകയും ജയരാജൻ അതിനെ നിഷേധിക്കണമെന്ന് പറയുകയും ജയനെ നിഷേധിക്കുകയും ചെയ്തു. കാരണം അത് ശരിയല്ല ബേസിക്കായിട്ട്. അതുകൊണ്ടാണ് അന്നത്തെ ആ തീരുമാനം. പക്ഷേ പിണറായി വിജയനെതിരെ പല ഘട്ടങ്ങളിലായി സ്തുതിഗീതങ്ങളുണ്ടായി, മെഗാ തിരുവാതിരകൾ നടന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നിപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് വിവാദമായിട്ട് വരും. ആദ്യത്തെ കാരണഭൂതനായിരുന്നു, രണ്ടാമത്തെ കഴുകനായിരുന്നു, മൂന്നാമത്തെ കാവലാണ്. അങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതിലൊക്കെ ഈ വ്യക്തി ആരാധന എന്ന് പറയുന്നത്, ആൾദൈവ നിർമ്മിതി എന്ന് പറയുന്നത് ശക്തമായിട്ട് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ നമ്മൾ പിണറായിയിലേക്ക് തന്നെ തിരിഞ്ഞാൽ മതി. പിണറായി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദൻ ആൾദൈവമായിട്ട് ഉയർന്നു വന്ന സമയത്ത് അതിനെതിരെ VS അച്യുതാനന്ദനെ വേദിയിലിരുത്തി ഒരു മറുപടി പ്രസംഗം നടത്തുന്നുണ്ട്. അത് ശംഖുമുറം കടപ്പുറത്ത് വെച്ചായിരുന്നു.
അപ്പോൾ ശംഖുമുഖം കടപ്പുറത്ത് കടൽ കാണാനെത്തിയ കുട്ടിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് പിണറായി അച്യുതാനന്ദനെ പാർട്ടിക്ക് വലുതല്ല നേതാവ് എന്ന് പഠിപ്പിച്ചത്. കാരണം ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് മാത്രമാണ്, പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് നിൽക്കുകയിലെ പ്രസ്ഥാനത്തിൻ്റെ നെഞ്ചും കൂടായി ഒരു പ്രവർത്തകൻ, ഒരു നേതാവ് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ശക്തി ഉണ്ടാകുകയും അദ്ദേഹം കടലിലെ ഇളകിമറിയുന്ന തിരമാല പോലെ ആർത്തിരമ്പുകയും ചെയ്യും. പകരം അദ്ദേഹം പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നാൽ അയാളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഒന്ന് അലറി കുതിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അദ്ദേഹം ബക്കറ്റിലെ വെറും വെള്ളമായി മാറും എന്നാണ് അച്യുതാനന്ദനെ പഠിപ്പിച്ചത്. അതേ പിണറായിക്ക് ആ പാഠം നമുക്ക് തിരിച്ചു കൊടുക്കാം. പഠിക്കൂ പിണറായി, അങ്ങ് പറഞ്ഞ പാഠം അങ്ങ് തന്നെ പഠിക്കൂ. എന്നിട്ട് അങ്ങയെക്കുറിച്ച് നടത്തിയിരിക്കുന്നതായിട്ടുള്ള ഈ പ്രകടനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയുക. അതിന് പകരം അദ്ദേഹം ചെയ്ത് എന്നെ ഒരുപാട് ചീത്ത പറയാറ്, ഇടക്കാളിൽ എന്തെങ്കിലുമൊക്കെ നല്ല, അത് ആ യുക്തി ഞാൻ അംഗീകരിക്കുന്നു, അത് കൊള്ളാം. അതൊരു വ്യക്തിക്ക് പറയാവുന്ന യുക്തിയാണ്. പക്ഷേ പ്രസ്ഥാനത്തിന് പറയാവുന്ന യുക്തിയല്ല. പ്രസ്ഥാനത്തിന് ഒറ്റ യുക്തിയുള്ളൂ, പ്രസ്ഥാനം തന്നെയാണ് വലുത്. പാർട്ടികളിലെ ഏത് പാർട്ടിയിലായി കഴിഞ്ഞാലും ആ പാർട്ടിക്ക് പ്രാമുഖ്യം കൊടുക്കുകയും അതിലുള്ള നേതാക്കളെല്ലാം അതിൻ്റെ താഴെ അതിൻ്റെ ചിറയിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യണം. എങ്കിലേ പ്രസ്ഥാനത്തിന് വളരാനായിട്ട് കഴിയും. ആ കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യമുണ്ട് എന്നും. എങ്കിൽ മാത്രമേ പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് മനുഷ്യന് പിന്നിൽ നിൽക്കുകയുള്ളൂ. പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തികളില്ല, ഒരാളും മറ്റൊരാളും തമ്മിൽ വ്യത്യാസമില്ല. ഈ പാർട്ടി കൺസെപ്റ്റിൻ്റെ പ്രത്യേകതയാണ്. പാർട്ടി എന്ന് പറയുന്നത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിൻ്റെയും ഒരു ഇൻക്ലൂസീവ് നേച്ചർ ഉൾക്കുന്ന ഒന്നാണ്. രണ്ടാമത്തത് പാർട്ടിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന ഒരു സന്ദേശം കൂടി അതിൻ്റെ അകത്തുണ്ട്. ആ പാർട്ടിയുടെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവരും പാർട്ടി കീഴിലാണ് എന്ന് പറയുന്നതായിട്ടുള്ള അർത്ഥത്തെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതാണ് ഈ പുകഴ്ത്ത് പാട്ടുകൾ. അതുകൊണ്ടാണ് അത് പ്രസ്ഥാനം എന്ന നിലയ്ക്ക് പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ നേതൃത്വം കൊടുക്കുന്നവർ എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് രണ്ടുതരം അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അതാണ് ശരി. അതിൽ കുറെ കഴിയുമ്പോൾ പാർട്ടിക്ക് തന്നെ മേധാവിത്വം ഉണ്ടാകുകയും വ്യക്തി എന്ന് പറയുന്നത് പാർട്ടിക്ക് കീഴടങ്ങി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ശക്തിപ്പെടുകയും ചെയ്യും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അല്ല, ഇതിൽ സ്വാഭാവികമായിട്ട് പി ജയരാജൻ ഒരു അസ്വസ്ഥത ഉണ്ടാവേണ്ടതല്ലേ? കാരണം അദ്ദേഹത്തെ പോലെ കണ്ണൂരിൽ ഇപ്പോൾ പാർട്ടിക്കാർ തന്നെ പറയുന്നത് RSSുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന, അല്ലെങ്കിൽ അത്രയ്ക്ക് ആത്മാർത്ഥത കാണിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കൈയും കാലുമൊക്കെ വെട്ടി തറച്ചതാണ്. നമുക്കറിയാം RSSുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. തിരിച്ച് അങ്ങോട്ട് ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹം മുൻപന്തി തന്നെയായിരുന്നു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചട്ടക്കൂടാണ്, അല്ലെ പടച്ചട്ടയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഗാനം പിന്നെ വായനശാല ഇറക്കിയപ്പോൾ അതിനെതിരെ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു സംസ്ഥാന കമ്മിറ്റി നിലനിൽപ്പും ഒക്കെ തന്നെ അവതാളത്തിലാവുന്ന സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇങ്ങനെ 2-3 തവണ ഒരു ആളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നിങ്ങൾ കുറ്റപ്പെടുത്തുകയല്ലേ, അപ്പോൾ കുറച്ച് പുകത്തലൊക്കെ ആവാം എന്ന് പറയുന്നത് ഈ PJക്കും ബാധകമല്ലേ എന്നൊരു ചോദ്യം അവിടെ അദ്ദേഹത്തിന് തോന്നിയ സ്വാഭാവികമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തൻ്റെ ഒരു പ്രതിഷേധം അറിയിച്ചതായിരിക്കില്ലേ PJ? PJയുടെ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ ഫേസ്ബുക്കിലൂടെ വന്നത്. അതായത് ചെങ്കൊടി എന്ന് പറയുന്നതിനെ അതിശക്തമായിട്ട് ഉയർത്തി നിർത്തുകയും എന്ന് വെച്ചാൽ പാർട്ടി ഉയർത്തി നിൽക്കുന്നു. അത് ഉയർത്തി നിർത്തുന്ന ആ ഗാനം, അതിന് പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. അതിനാണ് പ്രാധാന്യം, അതിനാണ് പ്രസക്തി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനല്ല പ്രാധാന്യം, പകരം പാർട്ടിക്കാണ് എന്ന് PJ ആർമിയോ അല്ലെങ്കിൽ PJ രായനോ പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പാർട്ടിയെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതു സന്ദേശമാണ്. പിണറായിക്ക് മാത്രമുള്ള ഒരു സന്ദേശമല്ല, അത് സമൂഹത്തിന് മൊത്തമായിട്ടുള്ള സന്ദേശമാണ്. ഇതായിരുന്നു ഇതുവരെ പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ MV രാഘവൻ എന്ന് പറയുന്ന ധീരോജ്വലനായിട്ടുള്ള നേതാവിനെ, KR ഗൗരി എന്ന് പറയുന്ന അത്യുജ്വലയായിട്ടുള്ള സമരനായികയും ഒക്കെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പാർട്ടിയുടെ 10,000-കണക്കിനായിട്ടുള്ള അണികളെ കൊണ്ട് പാർട്ടി വിളിപ്പിച്ച മുദ്രാവാക്യം ഇതാണ്: പൊന്നു കായ്ക്കും മരമായാലും പുരയ്ക്കും ഇത് വളർന്നാൽ വെട്ടിമാറ്റും കട്ടായം എന്ന് പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം വിളിപ്പിച്ചിരുന്നത്. അത് പിണറായിയോട് പറയേണ്ടതാണ്. അങ്ങ് പൊന്നു കാക്കുന്ന മരമാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങേ ചിലപ്പോൾ വെട്ടിമാറ്റേണ്ടതായി വരും. കാരണം അങ്ങ് പാർട്ടിക്ക് മുകളിൽ നിറഞ്ഞു വീണ് പാർട്ടിയെ തന്നെ വിഴുങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് അതിൻ്റെ സന്ദേശം. ആ സന്ദേശം
പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന രീതി പുതിയതാണ്. കാരണം പുതിയ കാലമാണ്. അതെ. പുതിയ കാലം ഫേസ്ബുക്കിൻ്റെ കാലമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാവരും ഇപ്പോൾ എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നത് അവിടെയാണ്. പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, പ്രതിനിധികൾ അവരുടെ അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇതാ അവർ നോക്കുമ്പോൾ ഒരാൾ കസേരയിട്ട് കാൽകയറ്റ് വെച്ച് മുന്നിലിരിക്കുന്നു, ചൂരിലാറ്റി, ഹെഡ് മാസ്റ്റർ പിണറായി വിജയൻ. അവർ പിന്നെ ഒരു കാര്യവും എതിർക്കുന്നില്ല, അവർ ചെറിയ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോകും. ഇങ്ങനെ ഒക്കെ വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ മനസ്സിനകത്തോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പാർട്ടി ബോധത്താൽ പ്രചോദിതമായി പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വാക്കുകളെ പുറത്തെത്തിക്കാനായിട്ട് എന്താണ് വഴി? ആ വഴിയാണ് ഈ സോഷ്യൽ മീഡിയ വഴി എന്ന് പറയുന്നതും ഇപ്പോൾ ജയരാജൻ്റെ ഫേസ്ബുക്ക് വഴി എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഇതിൽ ഒരു തീരുമാനം പാർട്ടിക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വ്യക്തിപൂജയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ സമാധിയായാൽ പിന്നെ എന്തായിരിക്കും പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന ചോദ്യമായിരിക്കും അടുത്തായിട്ട് ഉയരാൻ പോണം. തീർച്ചയായും.